നമസ്കാരം സാർ. എല്ലാവർക്കും എന്ന പോലെ നമുക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. വയനാട്, ചേലക്കര, പാലക്കാട്. അതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ വാർത്തകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം പാലക്കാട് തന്നെയാണ്. പാലക്കാട്ട് UDF നേരത്തെ നേടിയ വിജയത്തേക്കാൾ തിളക്കം മറന്ന വിജയം വരിച്ചു എന്നത് മാത്രമല്ല, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുടെ വക്കത്ത്, പ്രത്യേകിച്ച് ശ്രീധരനൊക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ UDF LDF ദ്വന്ദ്വത്തിനപ്പുറത്ത് ഒരു ത്രയം വരുന്ന മട്ടിൽ ഒരു 3 ത്രികോണ മത്സരം എപ്പോഴും സാധ്യമായൊരു മണ്ഡലമാണ് പാലക്കാട്. ഇത്തെരഞ്ഞെടുപ്പിലാവട്ടെ ഒരുപാട് സാധ്യതകൾ വെച്ച് മറ്റ് 2 മുന്നണികളിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വന്നപ്പോൾ BJPക്ക് ഒരു ജയസാധ്യത, പ്രത്യേകിച്ച് C. കൃഷ്ണകുമാർ അവിടുത്തുകാരനും അവിടുത്തെ ജനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരാളും എന്ന നിലയിലൊക്കെ ഒരു ജയസാധ്യത കൂടി പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും വലിയ ലൂസർ, അങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ തലക്കെട്ടതാണ്, ദ മെയിൻ ലൂസർ ഓഫ് ദി ഇലക്ഷൻ ബൈ പോൾസ് ഈസ് BJP എന്നാണ്. ഇപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരാളോട് തന്നെ ചോദിക്കാനൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ചോദിക്കട്ടെ. സാറ് സംഘടനാപരമായി തന്നെ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥൻ എന്ന നിലയിലല്ല, ഒന്ന് മനസ്സ് തുറക്കാനുള്ള ഒരവസരം എന്ന നിലയിൽ സാറ് പറയൂ സാർ, എന്താണ് പാലക്കാട്ട് BJPക്ക് സംഭവിച്ചത്? ഈ പാലക്കാട്ട് BJPയുടെ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഇപ്പോഴും കുറേ കാലമായിട്ട് BJP 2ാം സ്ഥാനത്തുണ്ട്. അതെ, 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP ഇപ്രാവശ്യം 1ാം സ്ഥാനത്തെത്തും എന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ധാരണ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു അപകടവും കൂടിയുണ്ട്. ആ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് നടക്കും. അതവിടെ നടന്നിട്ടുണ്ട്. ആദ്യം UDF സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPIക്കാരായിരുന്നു. കോട്ട മൈതാനിയിൽ ആദ്യം പ്രകടനം നടത്തിയത് അവരാണ്. കണ്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് PFIയും PDPയും ഈ SDPIയും അടക്കമുള്ള വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള മുഴുവൻ പാർട്ടികളും മുസ്ലിം ലീഗും ബാക്കിയുള്ളവരെല്ലാം ഏകീകൃതമായ രീതിയിൽ UDFൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റ് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ തോറ്റതിന് ന്യായീകരണം പറയല്ല, വസ്തുത പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുൻപുണ്ടായിരുന്ന അതിനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ കിട്ടി. ഇപ്പോൾ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴും ഷാഫി പറമ്പിലിന് ഇതുപോലെ ഒരു ജയസാധ്യത, ഒരു തോൽക്കും എന്നൊരവസ്ഥ പറഞ്ഞിട്ടില്ല. ഷാഫി ജയിക്കുമെന്നാണ് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ BJP ജയിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ് അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കൂടി ഒരു ഏകീകൃതമായ രീതിയിൽ നിന്നുകയും ആ ഏകീകൃതമായ വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ വോട്ട് കുറഞ്ഞു. അവിടെ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴുള്ളൊരു ഇടിവിൻ്റെ ഭാഗമായി വോട്ട് കുറഞ്ഞു എന്നുള്ളത് നേരാണെങ്കിലും, പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പാലക്കാട് BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, ആ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കിയിട്ടാണ് ഇവരിത് പ്രചരിപ്പിക്കുന്നത്. അത് വസ്തുതയല്ല. പിന്നെ ഉടനെ തന്നെ പറഞ്ഞ് BJPയിലാകെ കലഹമാണ് ഇത്. അങ്ങനെയല്ല. ഇതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജില്ലയിൽ നിന്നാണോ നിയോജക മണ്ഡലം ഉള്ളത് ആ ജില്ലയിലെ ഭാരവാഹികൾ, ജില്ലാ പ്രസിഡൻറ്റ്, അതിൻ്റെ പ്രഭാരി, ജില്ലാ സെക്രട്ടറിമാർ, ഇവരെ ഉൾക്കൊള്ളുന്ന അവിടെ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുണ്ടെങ്കിൽ അവർ, ദേശീയ കൗൺസിൽ അംഗങ്ങളുണ്ടെങ്കിൽ അവർ, മറ്റ് ഭാരവാഹികളുണ്ടെങ്കിൽ അവർ, അതുകൂടാതെ ഏത് നിയോജക മണ്ഡലത്തിലാണോ ഉള്ളത് ആ നിയോജക മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. ആ ഇലക്ട്രൽ കോളേജിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന സമിതി ഇന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയല്ല. ഇവരുടെ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ, എന്ന് വെച്ചാൽ ഈ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു മുതിർന്ന നേതാവിനെ അങ്ങോട്ട് വിടും. ആ മുതിർന്ന നേതാവ് അവിടെ പോയിട്ട് ഇവരെ ഓരോരുത്തരെയും കണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ആരാണെന്ന്.
ഏതഭിപ്രായവും പറയാം, ആർക്ക് വേണമെങ്കിലും എന്തഭിപ്രായവും പറയാം. ഞാനും ആ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ എന്താണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളുടെ ലോക്സഭയിലെ നിർണയത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ പോയി അവരെല്ലാം കണ്ട് അതിൻ്റെ ഒപ്പീനിയൻ എടുത്ത് ആരാണെന്നുള്ള ലിസ്റ്റ് കൊടുക്കേണ്ട ബാധ്യത എനിക്കായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവിടെയും ആളുകളെ വിട്ടിരുന്നു. അത് മുതിർന്ന നേതാവ് പോയി വന്ന് അതിൽ ഒന്നാം പേരുകാരൻ കൃഷ്ണകുമാറാണ്. അതെ സർ. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് പല പേരുകളും പത്രങ്ങളും ഒക്കെ പറഞ്ഞു. ഒന്നാം പേരുകാരൻ കൃഷ്ണകുമാറാണ്. അതെ സർ. പിന്നെ വേറെ 2 പേരുടെ പേരും കൂടി ഉൾപ്പെട്ടിക്കൊണ്ടുള്ള ഈ പട്ടിക 3 പേരുടെ പട്ടിക നമ്മൾ നേരെ കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തു. കേന്ദ്ര നേതൃത്വത്തിന് അവർക്കൊരു രീതിയുണ്ട്. അവരുടെ രീതിയിൽ ഇത് പരിശോധിച്ചതിന് ശേഷം പാർലമെൻ്ററി ബോർഡ് കൂടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചേക്കുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ കേരളത്തിലെ BJP ഭാരവാഹികൾക്ക് ചെലുത്താവുന്ന സ്വാധീനത്തിന് വളരെ പരിമിതികളുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. അതിൻ്റെ പാർട്ടി രീതി അനുസരിച്ച് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ സർ, ഈ റിസൾട്ട് വന്നപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ വോട്ട് കുറയുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ, മുനിസിപ്പാലിറ്റി എന്ന് ഞാൻ പറയുന്നത് BJP വലിയ സ്വാധീനമുള്ള പ്രദേശം, അവിടെ ഉൾപ്പെടെ BJPയുടെ വോട്ട് ഗണ്യമായി കുറയുകയും LDFന് കുറയാതിരിക്കുകയും നാമമാത്രമായിട്ടെങ്കിലും അവർക്ക് കൂടിയിട്ടുണ്ട്. ആ വോട്ട് നേരിട്ട് പോയിട്ട് കോൺഗ്രസിന് പോവുകയും എന്തായിരിക്കും അതിൻ്റെ ഒരു കാര്യം? അല്ല, അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോഴും. 800 വോട്ട് ഇപ്പോഴും BJPക്കാണ് അവിടെ കൂടുതൽ ആണ്. പക്ഷേ 800 വോട്ട് BJPക്ക് കിട്ടിയാൽ പോരാ. അതിൽ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ആ സാധ്യത എങ്ങനെയാണ് ഇല്ലാതെയായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കും തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മറുപടി പറയാനായിട്ട് സാധ്യത പറയാവുന്നതാണെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങൾ ഊഹിക്കുന്നത് സന്ദീപ് വാര്യർ ഒരു ഫാക്ടറായോ? സന്ദീപ് വാര്യർ ഒരിക്കലും ഒരു ഫാക്ടറല്ല. സന്ദീപ് വാര്യരെ കുറിച്ച് നിങ്ങളിത് പറയുമ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ ഇതിനു മുമ്പ് പാർട്ടി നടപടിയെടുത്തിരുന്നു. നടപടിയെടുത്ത് സെൻസറിങ് അല്ലേ? നടപടിയെടുത്ത് അയാളെ ചെയ്തിരുന്ന ജോലി പദവികളിൽ നിന്ന് അയാളെ നീക്കം ചെയ്തിരുന്നു. വക്താവ് പദവി എന്നൊക്കെ നീക്കം ചെയ്തിരുന്നു. അത് ഒരു ഗുരുതരമായ ഒരു ധാർമ്മിക അല്ലെങ്കിൽ സദാചാര പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ നടപടി. അന്ന് ഈ നടപടി വന്ന സമയത്ത് ഇതിൻ്റെ കാരണം നാട്ടുകാരെ അറിയിക്കുന്നതാണ് ഉചിതം എന്ന് ഒരു അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ കർശനമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത് വേറെ മറ്റു കുടുംബങ്ങളെയും അയാളെയും ഭാവിയിൽ ബാധിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ കാര്യം പറയണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചത് സുരേന്ദ്രനാണ്. അത് വസ്തുത ആരെങ്കിലും അറിയണ്ടേന്നിട്ട് ഞാൻ പറയുന്നത്. സന്ദീപിനെ രക്ഷിക്കാനുള്ള നിലപാട് അങ്ങനെയല്ല, നടപടിയെടുത്തു. പക്ഷെ ആ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്നെ ഒരു വീട്ടിലും ഒരാൾ കയറ്റില്ല. അത്തരം ഒരു കാരണമായിരുന്നു. അത്തരത്തിലൊരു കാരണവും കൂടി പറയണം എന്ന് ഉള്ളൊരു അഭിപ്രായം വന്ന സമയത്ത് അത് വേണ്ട, അത് മറ്റു പലരെയും ബാധിക്കുന്നതാണ്, നമ്മൾ ആ രീതിയിൽ പോകരുത്, അതുകൊണ്ടത് വേണ്ട എന്ന് പറഞ്ഞ ആൾ സുരേന്ദ്രനാണ്. പക്ഷേ സാർ, ഇനി രണ്ടാമത്തെ കാര്യം, പാലക്കാട് വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിച്ച ആളുമാണ് സന്ദീപ്. അപ്പോൾ സുരേന്ദ്രന് അകൽച്ചയൊന്നുമില്ല. പക്ഷെ അതേ സുരേന്ദ്രൻ തന്നെ സാർ, ഈ സന്ദീപ് വാര്യർക്ക് നേരെ ഉണ്ടായ പാർട്ടി സ്വീകരിച്ചിരുന്ന നടപടികളും അതിൽ പറയാതെ പോയ കാരണങ്ങളൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഒരാൾ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പരസ്യമായിട്ട് പോകുമ്പോൾ ഉത്തരവാദപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ വലിയ നെഗറ്റീവ് വോട്ടായി മാറി എന്നൊരു ഒരിക്കലും. ഒന്നാമത്തെ കാര്യം, സന്ദീപ് വാര്യർക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്വാധീനമില്ല, ഒട്ടുമില്ല. മണ്ണാർക്കാടാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാലം, ഒറ്റപ്പാലം, അങ്ങനെ ആ പ്രദേശത്ത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അവിടെയാണ് അദ്ദേഹത്തിന് ഇതുള്ളത്. അല്ല, അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണെന്നല്ലാതെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് 2 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് ആരും ചെന്നില്ല എന്നാണ് ഒരു പരാതി.
ഇതൊക്കെ ഒരു പരാതിയായിട്ട് പറയാവുന്നതാണോ എന്നുള്ള ഇലക്ഷൻ കൺവെൻഷനിൽ ഇലക്ഷൻ കൺവെൻഷൻ നടന്നപ്പോഴേക്കും ഇയാൾക്ക് അരങ്ങിൽ സീറ്റ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NDA ഘടകകക്ഷികൾ വന്നിട്ടുണ്ടെങ്കിൽ NDA ഘടകകക്ഷികളുടെ നേതാക്കൾക്കായിരിക്കും അതിനകത്ത് സീറ്റ് കിട്ടുക. പാർട്ടി NDA വരുന്ന സമയത്ത് BJPയുടെ 2-3 പേർക്കല്ലേ അതിനകത്ത് സ്പേസ് ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ NDA ഘടകകക്ഷികളുടെ നേതാക്കൾക്ക് പോയില്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാക്കി നേതാക്കളൊക്കെ താഴെ ഇരിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു പാർട്ടി ഉപേക്ഷിച്ച് പോകാനുള്ള കാരണങ്ങളാണെന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണെങ്കിൽ കാരണമല്ല, അത്ര കാരണമല്ല. അല്ല ഇതൊന്നൊരു പിന്നെ 2 വർഷം മുൻപ് അമ്മ മരിച്ചപ്പോൾ ആര് വന്നില്ല, പല കാരണങ്ങൾ കൊണ്ടൊരു മനുഷ്യന് വരാതിരിക്കാം കാരണങ്ങളുണ്ട്. വ്യക്തിപരവും വൈകാരികവും മാത്രമല്ല, അയാൾക്ക് ചിലപ്പോൾ ആ സമയത്ത് വേറെയുള്ള അസൗകര്യം വന്നു പെട്ടാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്നിരിക്കില്ല. എനിവേ സർ, ഈ BJPക്ക് പാലക്കാട്ടെ സാധ്യതകൾ എന്നേക്കുമായി അടഞ്ഞു പോയിരിക്കുന്നു. ഒരിക്കലും അതിങ്ങനെ ഇപ്പം ഇങ്ങനെ എഴുതുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു സംഗതി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളത്തിലെ പത്രങ്ങളെല്ലാം തന്നെ, പത്രങ്ങൾ വിശേഷിച്ചും പ്രിൻ്റ് മീഡിയ, പിന്നെ ദൃശ്യമാധ്യമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അല്ല, അല്ലാത്ത TV ആ ദൃശ്യമാധ്യമങ്ങളൊക്കെ സത്യത്തിൽ അവർ UDF കാൻഡിഡേറ്റിന് വേണ്ടി പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ശരിയായ സമീപനമാണോ ഇല്ലയോ എന്ന് അവരാലോചിക്കേണ്ടതാണ്. അതെ, കാരണം ഒരു മാധ്യമം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രചാരവേല നടത്തുന്നു. അതായത് ആ പാർട്ടിക്കും ആ വ്യക്തിക്കും വേണ്ടി ഇങ്ങനെ യാതൊരു ലജ്ജയും കൂടാതെ പ്രചാരവേല നടത്തുന്നത് മാധ്യമധർമ്മത്തിൻ്റെയോ മാധ്യമപ്രവർത്തനത്തിൻ്റെയോ ഒരു രീതിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവർക്കങ്ങനെ കണക്കാക്കാം. തീർച്ചയായിട്ടും. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും സമീപഭാവിയിൽ പാലക്കാട്ട് BJP 1-ാം സ്ഥാനത്ത് തന്നെ വരും എന്ന്. പാലക്കാട്ടെന്നല്ല, കാരണം ഒരു കാര്യമുള്ളത്, ഈ ഇദ്ദേഹം K. സുരേന്ദ്രൻ BJPയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ BJPക്ക് 12% വോട്ടേ ഉള്ളൂ. ഇപ്പോൾ 20% വോട്ടുണ്ട്. 8% വോട്ടിൻ്റെ വളർച്ചയുണ്ട്. 4% നിന്നാണ് ഈ വളർച്ചയെന്ന് മനസ്സിലാക്കണം. 4%, 6%, 8%, 10%, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. എന്നിട്ടും പാലക്കാടിനെ മുൻനിർത്തി അദ്ദേഹത്തെ മാറ്റുമെന്നാണല്ലോ ഒടുവിലത്തെ വാർത്തകൾ. അത് എങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, പാലക്കാട് വോട്ട് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ ചേലക്കരയിൽ വോട്ട് കൂടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ റീറ്റേൺ ചെയ്യേണ്ടി വരില്ലേ? അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ പറയുന്നത്, K. സുരേന്ദ്രൻ പ്രസിഡൻ്റായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഇത് പറഞ്ഞു സുരേന്ദ്രനെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. വേറെ മറ്റൊരു നേതാവ് അദ്ദേഹം പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് വന്ന് കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അതും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഉത്തരവാദപ്പെട്ട ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ള BJPയുടെ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ, അതുകൊണ്ട് ഇതിൻ്റെ പേരിലൊന്നും സുരേന്ദ്രനെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പുകളുടെ പേരിൽ എങ്ങനെ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, 1,00,000-ത്തിലധികം വോട്ട് ഈ പറഞ്ഞ ഇത്രയും ഒരു സുനാമി പോലെ വയനാട്ടിൽ നിന്നപ്പോഴും 1,00,000-ത്തിലധികം വോട്ട് അവിടെ വയനാട്ടിലെ കാൻഡിഡേറ്റ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞെങ്കിലും സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. അല്ല, സുരേന്ദ്രൻ 1,44 വിളിച്ചപ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടും 1,00,000-ത്തിലധികം വോട്ട് കിട്ടി. 1,00,000 താഴെ പോയില്ല. പിന്നെ ചേലക്കര പാർട്ടി ഇമ്പ്രസീവായിട്ടുള്ള വിക്ടറി ഉണ്ട്, കാരണം വോട്ടിൻ്റെ ഷെയറിൽ. അപ്പോൾ ഇവിടെ കുറഞ്ഞതിൻ്റെ പേരിൽ ഇത് മാറ്റും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടിയതിൻ്റെ പേരിൽ മാറ്റാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനോടുള്ള വ്യക്തിപരമായ അനിഷ്ടമുള്ള കുറേ പേരുണ്ട്. അതിൽ കുറച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവരൊക്കെ നിരന്തരമായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു സൂചന. അതല്ലാതെ ഇതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന പേരിൽ K. സുരേന്ദ്രനെ ഒരു കാരണവശാലും നടപടി മാറ്റുന്ന പ്രശ്നമില്ല. മുഖവിലക്ക് തീർച്ചയായിട്ടും ആധികാരികമായ സ്വരമായി, കാരണം അത് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറഞ്ഞ ലോജിക്ക് ഞാൻ കൗണ്ടറായിട്ട് പറയുന്നത്, പാലക്കാട് കുറഞ്ഞെങ്കിൽ ചേലക്കര കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി
കൂടിയതിൻ്റെ പേരിൽ നിലനിർത്തണ്ടേ? മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നല്ല, BJPയുടെ ഔദ്യോഗികമായൊരു സ്വരം എന്ന നിലയിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ K. സുരേന്ദ്രനെ മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.